ഗുഡ് മോർണിംഗ് എവറി വൺ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ആറിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടുന്നത് എന്നുള്ളതാണ്. ആറ് നമുക്ക് സെൽഫ് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. ആൻഡ് എങ്ങനെയാണ് ആറിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്നത്. സോ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കി. സോ ഹൗ ടു ബിഗിൻ വിത്ത് ആർ എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കുന്നത്. സോ ബിഗിൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒത്തിരി ആൾക്കാരുടെ ഹെൽപ്പ് വേണ്ടി വരും. സോ ഇവിടെ നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ചില്ലെങ്കിൽ പോലും ആറിൽ നിന്ന് തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹെൽപ്പ് കിട്ടും. സോ ആ ഹെൽപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ആറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഹെൽപ്പ് ബട്ടൺ ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ മെനൂസിൽ നമുക്കൊരു ഹെൽപ്പ് ബട്ടൺ ഉണ്ട്. സോ ആ ഹെൽപ്പ് ബട്ടൺ നമുക്ക് ടൂൾ ബാറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അവിടെ നിന്ന് നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ പറ്റും. സോ ഞാനിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ആർ പ്രോംപ്റ്റ്, ആറിൻ്റെ കൺസോളാണ്. സോ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഡ്രോപ്പ് ഡൗൺ മെനൂസിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു മെനു ഉണ്ട്. സോ ഇനി നിങ്ങൾക്കിപ്പോൾ നെറ്റ് കണക്റ്റഡ് ആണ്, ആ ഒരു ഹെൽപ്പല്ല നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ യു ക്യാൻ ഗൂഗിൾ ക്രാൻ, CRA എന്ന് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ ക്രാൻ്റെ പേജിൽ പോയാലും നമുക്ക് ഹെൽപ്പ് കിട്ടും. സോ അടുത്തതെന്ന് പറയുന്നത്, ഹെൽപ്പ് കിട്ടുന്നതിൻ്റെ പല മെത്തേഡ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നമുക്ക് അറിയത്തില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കീവേഡ് അറിയാം. സപ്പോസ് ഇൻപുട്ടിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. സോ എനിക്കൊരു ടേബിൾ റീഡ് ചെയ്തെടുക്കണം. സോ അതിനുള്ള കമാൻഡ് എനിക്ക് read.table ആണെന്നറിയാം, പക്ഷേ അതിന് ഫുള്ളായിട്ട് എനിക്ക് അറിയില്ല. സോ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആ ഒരു കമാൻഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കമാൻഡ് എങ്ങനെ കൊടുക്കണം, അതിൽ എന്തൊക്കെ വേരിയബിൾസ് കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം, read.table, read.csv, അങ്ങനെ ഒത്തിരി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ആറിൻ്റെ ഹെൽപ്പിൽ നമുക്ക് കിട്ടും. സോ അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഞാനിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ read.table നിന്ന് ഞാൻ ആറിൻ്റെ അകത്ത്, ആർ പ്രോംപ്റ്റിൻ്റെ അകത്ത്, ആറിൽ ജസ്റ്റ് ആർ കൺസോളിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തപ്പം എനിക്ക് പോപ്പപ്പ് ചെയ്തതാണ് ഈ വിൻഡോ എന്ന് പറയുന്നത്, ഈ ആർ ഹെൽപ്പിൻ്റെ വിൻഡോ. സോ ഇതിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻപുട്ടിംഗ് ഫയൽസ് ഉണ്ട്, അല്ലെങ്കിൽ റീഡ്സ് എ ഫയൽ ഇൻ എ ടേബിൾ ഫോർമാറ്റ് ആൻഡ് ക്രിയേറ്റ്സ് എ ഡാറ്റ ഫ്രെയിം ഫ്രം ഇറ്റ് with cases corresponding to lines and variables to fields in the file. സോ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആറിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഇൻ കേസ് നമുക്ക് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് കമാൻഡ് അറിയണമായിരുന്നു. സോ ഇപ്പം നമുക്ക് കമാൻഡ് അറിയത്തില്ല, പക്ഷേ സബ്ജക്റ്റുമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്തറിയാം. സോ ഇതൊരു ഡാറ്റ ഇൻപുട്ടിംഗ് മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. സോ help.search ഓഫ് ഡാറ്റ ഇൻപുട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ ഇൻപുട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. സോ അവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ആറിൽ നിന്ന് തന്നെ ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റും. സോ അടുത്തതെന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ് ഫൈൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരെണ്ണം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കീവേഡ്, ആ ഒരു വേർഡ് ഏത് പാക്കേജിലാണോ ഉള്ളത് ആ പാക്കേജ് ഏതാണെന്ന് എനിക്ക് കാണിച്ചു തരും. സോ നമ്മൾ ആറെന്ന് പറയുന്നതിൽ ഒത്തിരി ലൈബ്രറീസും പാക്കേജസും ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. സോ നമ്മുടെ ആവശ്യമുള്ള ടൂൾസിനനുസരിച്ച് നമുക്ക് ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒത്തിരി ഫങ്ഷൻസ് അതിലുണ്ടാവും. സോ നമുക്ക് ഡയറക്റ്റ്ലി പാക്കേജിനെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഏത് പാക്കേജാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഫൈൻഡ് ഓഫ് എന്ന് കൊടുത്താൽ മതി. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് അപ്രോപ്സ് എന്നുള്ളതാണ്, APROPOS. സോ നമ്മൾ ആ APROPOS എന്ന് പറഞ്ഞ് അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ, എന്തെങ്കിലും ഒരു പേര് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയിം വരുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടർ വരുന്ന എല്ലാ വെക്ടേഴ്സും, നമ്മുടെ ലൈബ്രറിയിലുള്ള എല്ലാ വെക്ടേഴ്സും അത് നമുക്ക് ഫൈൻഡ് ചെയ്ത് കാണിച്ചു തരും. സോ അതിൻ്റെ ഒരു ലിസ്റ്റാണ് നമുക്ക് പിന്നീട് തരിക. ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ കൊടുക്കുന്ന നെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
എല്ലാ ഫയൽസിൻ്റെയും ഒരു ലിസ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇപ്പം നമ്മൾ ഹെൽപ്പ് എങ്ങനെയായിരുന്നു കിട്ടുന്നതെന്നായിരുന്നു. ഇപ്പം നമുക്ക് നമ്മളെപ്പോഴും വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്സിലൊക്കെ നോക്കാറുണ്ട് അല്ലേ. സോ സെയിം രീതിയിൽ നമുക്ക് ആറിലും വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഉണ്ട്. സോ ആറിലെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളാണ് ഞാനിപ്പം ലീനിയർ മോഡൽസിനെ കുറിച്ചാണ് അതിൽ ചോദിക്കുന്നതെന്ന് കരുതുക. സോ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ടു സീ എ വർക്ക്ഡ് എക്സാമ്പിൾ ജസ്റ്റ് ടൈപ്പ് ദ ഫംഗ്ഷൻ നെയിം. സോ ഇവിടെ ലീനിയർ മോഡൽസിൻ്റെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് LM എന്നുള്ളതാണ്. സോ LM എക്സാമ്പിൾ ഓഫ് LM എന്ന് ഞാൻ ആർ കൺസോളിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ആ ഒരു എക്സാമ്പിൾ ഫുള്ളി വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തന്നു. സോ അതിൽ ഓരോന്നും എങ്ങനെയാണ് ഡാറ്റ എങ്ങനെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. CTRL എന്ന് പറഞ്ഞ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് അനറ്റ് ഡോബ്സണിൻ്റെ 1990 ആൻ ഇൻട്രൊഡക്ഷൻ ടു ജനറലൈസ്ഡ് ലീനിയർ മോഡൽസ് എന്നുള്ളതാണ്. അതിൽ ഡാറ്റയായിട്ട് അവരെടുത്തിരിക്കുന്ന പ്ലാന്റ് വെയ്റ്റ് ഡാറ്റയാണ്. സോ ആ പ്ലാന്റ് വെയ്റ്റ് ഡാറ്റ എടുത്തിട്ടുണ്ട്. അതിൽ കൺട്രോൾ ഗ്രൂപ്പ്, ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ്, എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് എഴുതിയിട്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ലീനിയർ മോഡൽസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് LM ഓഫ് എന്തൊക്കെയാണ് വേരിയബിൾസ്, വെയ്റ്റ്, ടിൽഡെ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ എഴുതാറ്. സോ ആ ലീനിയർ മോഡൽ അവർ എഴുതിയിട്ടുണ്ട്. ലീനിയർ മോഡലിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്, എത്രയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് തന്നിട്ടുണ്ട്, സം ഓഫ് സ്ക്വയർസ് തന്നിട്ടുണ്ട്, മീൻ സ്ക്വയർ തന്നിട്ടുണ്ട്, എഫ് വാല്യൂ തന്നിട്ടുണ്ട്, പി വാല്യൂ തന്നിട്ടുണ്ട്. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ആൻസേഴ്സും കിട്ടും. സോ നമുക്കാകെ ഒരു ലീനിയർ മോഡലിൻ്റെ കൊടുക്കാനുള്ളത് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ മോഡൽ ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കാനേ ഉള്ളൂ. സോ അതുപോലത്തെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസും നമുക്കിവിടെ അവൈലബിൾ ആണ്. എക്സാമ്പിൾ ഓഫ് LM എന്ന് കൊടുത്താൽ മതി, എക്സാമ്പിൾ ഓഫ് ദ ഫംഗ്ഷൻ നെയിം കൊടുത്താൽ മതി. സോ നമുക്കത് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസും കിട്ടും. സോ ഇത്രയുമായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിരുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് ആറിൽ നിന്ന് തന്നെ 6 പഠിക്കാൻ പറ്റുന്നത്. സോ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ഒന്നെങ്കിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിക്കാം. സോ സിംഗിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് വേണേ ആറിനോട് ചോദിക്കാം, 6 നമുക്ക് റെസ്പോണ്ട് ചെയ്യും. അതേപോലെ തന്നെ ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് മച്ച് മോർ സ്ട്രോങ്, സിംഗിളിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ്. ഈ ഫൈൻഡ് പോലെ അത് ബിഹേവ് ചെയ്യും. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഡബിൾ ക്വസ്റ്റ്യൻ മാർക്കിലും ഇതേപോലെ തന്നെ കിട്ടും. സോ അതുപോലെ തന്നെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ആറിൽ. സോ ഒരു പ്രോഗ്രാം എഴുതാൻ നമുക്കറിയില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഓഫ്, നമുക്ക് സപ്പോസ് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ നെയിം അറിയാമെങ്കിൽ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആറിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഓൺ ഹൗ ടു ഗെറ്റ് ഹെൽപ്പ് ഫ്രം ആർ. So hope this was useful. Thank you.